നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് അതിൻ്റെ ഒരു പച്ചച്ചൊക്കെ മാറി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി ക്ലിയറായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു മീഡിയം ടൈപ്പ് സവാള കേട്ടോ, നന്നായി കൊത്തി അരിഞ്ഞതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് വഴന്ന് വരട്ടേട്ടോ. അപ്പോൾ നമ്മുടെ സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കണില്ല. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അടുത്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളെടുത്തിരിക്കുന്നത് ചെറിയൊരു ബീറ്റ്റൂട്ട്, പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ളൊരു ചെറുത് തന്നെ ഏകദേശം ഒരു ക്യാരറ്റ് കേട്ടോ. അത് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തതാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചിട്ട് കൊടുക്കണുള്ളൂ. ഇനി ഉരുളക്കിഴങ്ങിലൊക്കെ വേറെ ഇട്ട് കൊടുക്കണം. കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാട്ടോ. അത് വേഗം തന്നെ അത് വെന്തോളും. അപ്പം നമ്മുടെ ബീറ്റ്റൂട്ടും ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇടുന്നത് 2 വലിയ ഉരുളക്കിഴങ്ങ്. 2 വലിയ ഉരുളക്കിഴങ്ങ്, ഒന്ന് വലുതും ഒന്ന് അതിലും കുറച്ചും കൂടി ചെറുതും കേട്ടോ. അത് ഞാൻ നന്നായി പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ളതാണ്. അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് തിരിക്കേണ്ടത് കുറച്ച് മല്ലിച്ചപ്പാട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ മസാല അരിക്കല്ല, മസാല ഇവിടെ ക്ലിയർ ആയിട്ടോ. ഞാൻ ഇനി ഇതിലേക്ക് ഒന്നുകൂടി ഇടുന്നുണ്ട്. ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ഉണ്ട്. അത് ഞാൻ മറന്നു പോയതാണ്, അതും കൂടി ഇതിലിടുകയാണ് കേട്ടോ. ഇതിലിട്ട് കഴിഞ്ഞാൽ കട്ട്ലേറ്റ് പൊട്ടാതെയൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഇതിലിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സൊക്കെ ശരിയായി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റിൻ്റെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് 2 ടേബിൾ സ്പൂണ് മൈദ അതുപോലെ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ, അത് പൊടിച്ചിട്ട് അതിൻ്റെ ബ്രെഡിൻ്റെ പൊടി ഉണ്ടാക്കാൻ. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മസാലയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതിന് നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് ഉരുട്ടിയിട്ട് അതിനെ ഷേപ്പാക്കി മാറ്റണ്ടേ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെറിയ കട്ട്ലേറ്റ് ആട്ടോ, വലുതല്ല, ചെറുതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിനെ ഇതിലിട്ടിട്ട് ശേഷം നമുക്ക്
ഇതിലിടാം. അപ്പോൾ ഒരെണ്ണം ഇതാ നമ്മളിവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ഓരോന്നും ഉണ്ടാക്കി വെക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ഒരു പാത്രം വെച്ച് അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ ഓരോന്ന് മീഡിയത്തിലോട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഓരോന്നായി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നാലെണ്ണയിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നന്നായി മൂത്ത് വരട്ടെ. അത് ഏകദേശം ഒരു മിനിറ്റ് ആയിട്ട് നമുക്കിത് മറച്ചിട്ട് നോക്കാം കേട്ടോ. ഇനി നമുക്കിത് തിരിച്ച് മറിച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ എന്താ പറയുക കട്ട്ലേറ്റ് ഇവിടെ ശരിയായില്ല കേട്ടോ. ഞാനത് ഓരോന്നായി വാങ്ങുകയാണ്. അപ്പം നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ. 17 കട്ട്ലേറ്റാണ് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് വൈകുന്നേരം ചായയുടെ സമയത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.